श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम लोकाभिराम जय. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ല എന്ന് സുഗ്രീവൻ പറഞ്ഞു, ഇനി മുതൽ ഞാൻ ഈ രാജ്യത്ത് എൻ്റെ നഗരത്തിൽ ഞാൻ പാർക്കുന്നില്ല, ശ്രീരാമചന്ദ്രനോടൊപ്പം വനത്തിലാണ് ഇനി എൻ്റെ വാസം. അങ്ങനെ പറഞ്ഞുകൊണ്ട് തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീല അങ്കദാദ്യൈഹി അലം അഞ്ജസ. ഇവിടെ പ്രധാനപ്പെട്ട കപിവീരരെ കുറിച്ച് പറയുകയാണ്. അഞ്ജനാപുത്രനായ ഹനുമാൻ, നീലൻ, അതുപോലെ അങ്കദൻ ഇവരെല്ലാവരുമായിട്ട് അഞ്ജസ വളരെ പെട്ടെന്ന് തന്നെ വാനരസേനയോടും തഥാ ചാമര ശ്വേത ആതപത്ര വ്യജനവാൻ. ചാമരം, ശ്വേത ആതപത്രം, വെളുത്ത കുട, അതായത് വെൺകൊറ്റ കുട. വ്യജനവാൻ വീശപ്പെട്ടു. രാജാവിനെ അങ്ങനെയാണല്ലോ നമ്മൾ ആദരിക്കുന്നത്, അങ്ങനെ. അതുപോലെ സ അമരസൈന്യൻ ആഖണ്ഡലനെ പോലെ. അമരസൈന്യം ദേവസൈന്യത്തെ ദേവേന്ദ്രനെ പോലെ, ആഖണ്ഡലനെ പോലെ അങ്ങനെയാണ് നയിച്ചു കൊണ്ടുപോകുന്നത്. ദേവേന്ദ്രൻ പോകുന്നത് പോലെ രാമൻ തിരുവടിയെ ചെന്ന് കാൺമതിന് ആമോദമോട് നടന്നു കപിവരൻ. ഗഹ്വരദ്വാരി, ഗുഹയുടെ ദ്വാരത്തിൽ, ശിലാതലേ, വലിയ പർവ്വതത്തിൻ്റെ അവിടെ വാഴുന്ന വിഹ്വലമാനസം, മനസ്സ് വിഹ്വലമായിക്കൊണ്ട്, ചീര അജിനധരം, മരവുരി ഉടുത്ത, ശ്യാമവർണ്ണൻ, ജടാമകുടോജ്വലം മാനവം രാമം, വിശാല വിലോല വിലോചനം, ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം, താമര പോലെയുള്ള ആ മുഖത്തോടു കൂടിയ, കാന്താവിരഹസന്തപ്തം, എന്നാൽ മനോഹരമാണെങ്കിലും ഭാര്യയെ കാണാത്തതിൻ്റെ ദുഃഖത്താൽ സന്തപ്തമായിട്ടുള്ള എങ്കിലും മനോഹരം, കാന്തം മൃഗപക്ഷി സഞ്ചയ സേവിതം. മുൻപ് പറഞ്ഞിരുന്നു, സിദ്ധഗണങ്ങളൊക്കെ മൃഗങ്ങളും പക്ഷികളുമൊക്കെ ആയിട്ട് ഭഗവാനെ സേവിക്കാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം ദാന്തം എന്നാൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ മുദാ കണ്ടു ദൂരാത് കപിവരൻ, ദൂരെ നിന്ന് തന്നെ കണ്ടു. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ, വീരനായൊരു സൗമിത്രിയോടും തഥാ ശ്രീരാമ പാതാരവിന്ദാത്തിക്കേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോട് ഗാഠം പുണർനീടിനാൻ. സൗഖ്യമല്ലീ ഭവാൻ എന്ന് ശ്രീരാമചന്ദ്രൻ സുഗ്രീവനോട് ചോദിക്കുകയാണ്. സൗഖ്യമല്ലേ ഭവാന് എന്നുര ചെയ്തുടൻ ഐക്യഭാവേന, ഞാനും നീയും തമ്മിൽ യാതൊരു ഭേദവുമില്ല എന്ന ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്ത് അളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. അങ്ങനെ ആ ഇടക്ക് ഉണ്ടായ ഒരു കാലുഷ്യമൊക്കെ നീങ്ങി രണ്ടുപേരുടെയും മനസ്സ് വളരെ സന്തോഷത്തോടുകൂടെയായി. സീതാന്വേഷണ ഉദ്യോഗം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാതരാൽ. പല ദിക്കുകളിൽ നിന്നു വന്ന കപിവീരന്മാരെയും കൊണ്ടാണ് സുഗ്രീവൻ പോയിരിക്കുന്നത്. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ നോക്കൂ, എല്ലാവരെയും അങ്ങയുടെ കണ്ണുകൊണ്ടൊന്ന് അനുഗ്രഹിക്കൂ. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കടവീരർ ഈ കാണായതൊക്കവേ.
നാനാകുല അചല സംഭവന്മാരിവർ. ഇവരൊക്കെ പല അചലം പർവ്വതത്തിൽ സംഭവിച്ചവരാണ് എന്ന് വെച്ചാൽ അവിടെ ജനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നാനാ സരിത് ദ്വീപ ശൈലനിവാസികൾ, പലതരത്തിലുള്ള സമുദ്രങ്ങളിൽ നദികളിലുമൊക്കെ ആയിട്ട് താമസിക്കുന്നവരാണ്, ദ്വീപുകളിൽ താമസിക്കുന്നവരാണ്, ശൈലങ്ങളിൽ പർവ്വതങ്ങളിൽ കൊടുമുടികളിൽ താമസിക്കുന്നവരാണ്. ഇതിൽ ചിലർ പർവ്വതതുല്യ ശരീരികളെ വരും. ഉർവീപതേ, അല്ലയോ ഭഗവാനെ, കാമരൂപികൾ എത്രയും, ഇവരൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് രൂപം മാറാൻ സാധിക്കുന്നവരാണ്. ഗർവം കലർന്ന നിശാചരന്മാരുടെ, അഹങ്കാരികളായ ആ രാക്ഷസന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ഇവർ മതി ആ രാക്ഷസന്മാരെ ഒടുക്കുവാൻ. എന്തുകൊണ്ടാണ് ഇവർക്ക് ആ രാക്ഷസന്മാരെ കൊല്ലാൻ സാധിക്കുന്നത് എന്ന് പറയുകയാണ്. ദേവാംശ സംഭവന്മാർ ഇവരാകയാൽ, ഇവരൊക്കെ ദേവന്മാരുടെ അംശസംഭവന്മാരാണ്, അംശത്തിൽ നിന്ന് ജനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ദേവാരികളെ, ദേവന്മാരുടെ ശത്രുക്കളായ രാക്ഷസന്മാരെ ഒടുക്കും ഇവരിനി, അതിനി യാതൊരു സംശയവും വേണ്ട. കേചിത്, ഇതിൽ ചിലർ ഗജബലന്മാരിതിലുണ്ട് താൻ, ആനയുടെ ബലമുള്ളവരുണ്ട്. കേചിത്, ചിലവർക്ക് ദശഗജ ശക്തി, 10 ആനകളുടെ ശക്തി ഒരു വാനരനുണ്ട്. കേചിത് അമിത പരാക്രമമുള്ളവർ, ചിലവർ വളരെയധികം പരാക്രമശാലികളാണ്. കേചിത് മൃഗേന്ദ്ര സമന്മാർ, മൃഗേന്ദ്രൻ സിംഹത്തെ പോലെയാണ്. കേചിത് മഹേന്ദ്ര നീലോപല രൂപികൾ, ഇതിൽ ചിലവർ മഹേന്ദ്ര നീലോപലം എന്നാൽ ഇന്ദ്രനീലക്കല്ല്, ആ നിറത്തിലുള്ളവരാണ്. കേചിത് കനകസമാന ശരീരികൾ, ചിലവർ സ്വർണ്ണ നിറത്തിൽ ഉള്ളവരാണ്, അവരുടെ ശരീരം അത്രയും കാന്തിയുള്ളതാണ്. കേചന രക്താന്ത നേത്രം, ചിലവരുടെ ആ കണ്ണുകൾ തന്നെ ചുവന്നു തുടുത്തിരിക്കുന്നു, അങ്ങനെ ധരിച്ചവരാണ്. കേചന ദീർഘവാലന്മാർ, ചിലവർക്ക് വലിയ നീളമുള്ള വാലുകളുണ്ട്. അഥ അവരെ, ഇനി വേറെ ചിലർ ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ, ചിലവരാകട്ടെ നല്ല സ്ഫടിക തുല്യമായ വെളുത്ത ശരീരത്തോടു കൂടിയവരാണ്. യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും, നിൻകഴൽ പങ്കജത്തിങ്കലുറച്ചവർ, നിന്നിൽ ശരണം പ്രാപിച്ചവരാണ് ഇവരൊക്കെ തന്നെ. സംഖ്യയില്ലാതോളമുണ്ട് കപിബലം, ഇവരെത്രയാണെന്ന് പറയാൻ സാധിക്കില്ല, അത്രയധികമുണ്ട്. ഇനി ഇവരുടെ ഭക്ഷണക്രമത്തെ പറയുകയാണ്. മൂലഫല ദല പക്വ അശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാർ ഇവർ സസ്യാഹാരികളാണ് എന്ന് പറയുകയാണ്. പക്വാശനന്മാർ, അശനന്മാർ എന്നാൽ ഭക്ഷിക്കുന്നവർ, പക്വമായിട്ടുള്ള മൂലഫലങ്ങളും ദലങ്ങൾ ഇലകളുമൊക്കെ ഭക്ഷിക്കുന്നവരാണ് ഇവർ. താവക ആജ്ഞാകാരികൾ എന്ന് നിർണയം, അങ്ങയുടെ ഏത് ആജ്ഞയും ശിരസാ വഹിക്കാൻ തയ്യാറാണ് ഇവർ. ദേവദേവേശ രഘുകുലപുങ്കവ, ഋക്ഷകുലാധിപനായുള്ള വാനരകുലത്തിൻ്റെ അധിപനായിട്ടുള്ള ജാമ്പവാൻ, പുഷ്കര സംഭവപുത്രൻ ഇവനല്ലോ. പുഷ്കര സംഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ അംശജനാണ് ഈ ജാമ്പവാൻ. കോടി ഭല്ലൂക വൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാൻ, ഇവൻ എന്നുടെ മന്ത്രിവരൻ. ആദ്യമായിട്ടാണ് ഹനുമാനെ സുഗ്രീവൻ പരിചയപ്പെടുത്തുന്നത്. കോടി ഭല്ലൂകം, കോടിക്കണക്കിന് വാനരക്കൂട്ടത്തെ ഒക്കെ നയിക്കാൻ സാധിക്കുന്ന മഹാപ്രൗഢമതിയായ ഹനുമാൻ, ഇവൻ എന്നുടെ മന്ത്രിയാണ്, മഹാസത്വപരാക്രമൻ. ഗന്ധവാഹാത്മജൻ ഈശാംശ സംഭവൻ, ഗന്ധവാഹൻ വായുവിൻ്റെ ആത്മജൻ, മകൻ്റെ സ്ഥാനത്താണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഹനുമാൻ ഈശാംശ സംഭവനാണ്, ശിവന്റെ ബീജമാണ്. ശിവന്റെ ബീജം വായു ഭഗവാൻ എടുത്തുകൊണ്ടുവന്ന് അഞ്ജനാദേവിയിൽ നിക്ഷേപിച്ചതാണ്. അങ്ങനെ അഞ്ജനാദേവിയുടെ ഭർത്താവായിട്ടുള്ള കേസരിയാണ് അച്ഛൻ്റെ സ്ഥാനത്ത് ഉള്ളത്. എന്നാൽ വായു ഭഗവാന്റെ അനുഗ്രഹം ആവോളമുള്ളതിനാൽ വായു ഭഗവാന്റെ അംശമായിട്ടും പറയുന്നുണ്ട്.
ഇനി മറ്റുള്ള വാനരന്മാരെ പറ്റി പറയുന്നു. നീലൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, ദീർഘവാലൻ, ദീർഘവാലധിപൂണ്ടവൻ, മൈന്ദൻ, വിവിധൻ, കേസരി. കേസരി എന്ന് പറയുന്നത് മാരുതി താതനാണ്, ഹനുമാന്റെ അച്ഛനാണ്. മഹാബലി, വീരൻ, പ്രമാധി, ശരഭൻ, സുഷേണനും, ശൂരൻ, സുമുഖൻ, ദധിമുഖൻ, ദുർമുഖൻ, ശ്വേതൻ, വലീമുഖനും, ഗന്ധമാദനൻ, താരൻ, വൃഷഭൻ, നളൻ, വിനതൻ, മമ താരാതനയനാം അംഗദൻ. ഇനി അവസാനം പറഞ്ഞു എൻ്റെ താരയുടെ മകനായ അംഗദൻ. ഇങ്ങനെ ചൊല്ലുള്ള വാനരവംശ രാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ. ഇത് വളരെ ചുരുക്കം പേരുടെ പേരുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര വാനര സൈന്യമിത അങ്ങയുടെ മുന്നിൽ അണിനിരന്നിരിക്കുന്നു. ഇനി പറയുന്നു, വേണുന്നതെന്തെന്നിവരോട് അരുൾ ചെയ്യുക, അങ്ങ് തന്നെ ആജ്ഞാപിച്ചാലും വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. അങ്ങ് പറയുന്നതെന്തും ഇവർ സാധിച്ചു തരും. സുഗ്രീവ വാക്യമിത്തം കേട്ട് രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു. ഇത്രയും ഒരുക്കങ്ങൾ നടത്തി എന്നറിഞ്ഞപ്പോൾ ശ്രീരാമചന്ദ്രന് വലിയ സന്തോഷമായി. ആ സന്തോഷം കൊണ്ടുള്ള നേത്രാമ്പു കണ്ണുനീരങ്ങനെ ഒഴുകി വന്നു. അന്തർഗതം അരുൾ ചെയ്തിതു സാദരം. എന്നിട്ട് തൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞു. മത്കാര്യ ഗൗരവം നിങ്കലേ നിർണയം ഉൾക്കാമ്പിലോർത്ത് കർത്തവ്യം കുരുഷ്വനീ. എൻ്റെ കാര്യം സഗൗരവം ചെയ്യാൻ നിങ്കലേ നിർണയം നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഉൾക്കാമ്പിലോർത്ത് കർത്തവ്യം നിനക്ക് ചെയ്യാനുള്ള നിന്റെ കാര്യം കുരുഷ്വനീ നീ ചെയ്താലും. ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ. ആദ്യം ജാനകി എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് മാർഗണം എന്നാൽ അന്വേഷിക്കുക. എവിടെയാ ഉള്ളതെന്ന് ആദ്യം കണ്ടെത്തണം. അതിന് വാനരവീരരെ നാനാ ഋഷി സഖേ, നാനാ ദിക്കിലേക്കും നീ നിയോഗിക്ക. ശ്രീരാമ വാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചിതു 4 ദിക്കെങ്കിലും. ഇവിടെ ദക്ഷിണദേശത്തേക്കാണ് കൊണ്ടുപോയത് എന്ന് ശബരിയിൽ നിന്ന് അറിഞ്ഞു. എന്നാൽ പോലും ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ വേറെ ഏതെങ്കിലും ദേശത്ത് കൊണ്ടുപോയിട്ടുണ്ടാകുമോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അന്വേഷിക്കുമ്പോൾ എല്ലാ ദിക്കിലും അന്വേഷിക്കണം. അങ്ങനെ 100,000 കപിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും. ഓരോ ദിക്കിലും ഓരോ പടനായകനെ നിശ്ചയിച്ചിട്ട് പറഞ്ഞു 100,000 കപിവീരന്മാർ ഓരോ ദിക്കിലും പോകണം. പിന്നെ വിശേഷിച്ച് ദക്ഷിണ ദിക്കിന്, കാരണം അവിടെയാണ് ഉള്ളത് എന്നൊരു ധാരണയുണ്ട്. അതുകൊണ്ട് അവിടെ പ്രത്യേകമായിട്ട് അത്യുന്നതന്മാർ പലരും പോയി തിരയണം. ഏറ്റവും പരാക്രമികളായിട്ടുള്ളവരൊക്കെ ദക്ഷിണ ദിക്കിന് തന്നെ പോകണം. അംഗദൻ, ജാംബവാൻ, മൈന്ദൻ, വിവിധനും, തുങ്കൻ, നളനും, ശരഭൻ, സുഷേണനും, വാതാത്മജൻ ശ്രീ ഹനുമാനുമായി ചെന്ന് ബാധയൊഴിഞ്ഞുടൻ ഒരു തടസ്സവുമില്ലാതെ കണ്ടുവന്നിടണം. അത് ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ വരണം. അത്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങ് 30 നാളിനകത്ത് വന്നിടണം. ഉത്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം. പ്രാണാന്തികം എന്നാൽ മരണശിക്ഷ തന്നെ. അത് ഭുജിക്കണമെന്നാൽ അനുഭവിക്കേണ്ടി വരും. ഏണാങ്കശേഖരൻ തന്നാണ് നിർണയം. ഏണാങ്കശേഖരൻ ശിവനെ പിടിച്ചാണ് സത്യം ചെയ്യുന്നത്. ഇങ്ങനെ 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു. കാലമേ പോയാലും വേഗം ഇനി സമയം വൈകിക്കാതെ പോയാലും എന്ന് അയച്ചിടിനാൻ. രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നിടിനാൻ. ഭാഗവതൻ എന്നാൽ ഭഗവാനിൽ അത്രയധികം ഭക്തിയുള്ളവൻ എന്നർത്ഥം. അതിൽ ഉത്തമനായിട്ടുള്ള ഹനുമാൻ ഇത്രയുമായപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്നിട്ട് തൊഴുത് നിന്നു. യുദ്ധം കവികൾ പുറപ്പെട്ട നേരത്ത് ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു. അപ്പോൾ ഭക്ത്യാ തൊഴുതിതു വായുതനയനും. എന്തുകൊണ്ടോ അപ്പോഴേക്കും ഇവർ തമ്മിൽ അത്രയും ഗാഠമായൊരു ബന്ധം ഉണ്ടായി വന്നു. അപ്പോൾ അവനെ വേറെ വിളിച്ച് ആദരാൽ അദ്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു. അങ്ങനെ ഭഗവാൻ ഹനുമാനെ വേറെ തന്നെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു.
മാനസേ വിശ്വാസമുണ്ടാവതിന് നീ ജാനകി കയ്യിൽ കൊടുത്തിടിതു സഖേ. എന്നിട്ട് പറഞ്ഞു, ജാനകിയുടെ കയ്യിൽ ഈ അങ്കുലീയകം കൊടുക്കണം എന്ന് പറഞ്ഞു. രാമനാമാങ്കിതമാം അങ്കുലീയകം, എൻ്റെ പേര് എഴുതിയിട്ടുള്ള ഈ മോതിരം നീ ജാനകി കയ്യിൽ കൊടുക്കണം. ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി നീ അവളെ കണ്ടെത്തും എന്ന് ഉറപ്പ് പറയുകയാണ് ഭഗവാൻ ഇതിലൂടെ. എന്നാൽ നിന്നെ കാണുമ്പോൾ ഞാൻ അയച്ച ആളാണ് എന്ന ഒരു സംശയം, വികൽപ്പം അതുണ്ടാവാൻ പാടില്ല. അത് കളയാനായിട്ടാണ് ഈ അങ്കുലീയകം ഞാൻ തരുന്നത്. അപ്പോൾ സീതാദേവിക്ക് സംശയം തോന്നുകയാണെങ്കിൽ നീ ഇത് അവളെ കാണിക്കണം. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയെ മറ്റാരുമില്ലെന്ന് നിർണയം. എനിക്ക് നിന്നെയാണ് വിശ്വാസം. എൻ്റെ കാര്യം കൃത്യമായി ചെയ്യാൻ നീ അല്ലാതെ മറ്റാരുമില്ല എന്ന് ഒരു സംശയവും വേണ്ട, നിർണയമാണത്. പിന്നെ അടയാളവാക്കും അരുൾ ചെയ്തു മന്നവൻ. സീതാദേവിയും ശ്രീരാമചന്ദ്രനും മാത്രമുണ്ടായിരുന്ന സമയത്തെ ഒരു സംഭവം, ആ സംഭവത്തെ ഒരു അടയാളവാക്യമാക്കിയിട്ട് ഈ സംഭവം പോയി പറയണം എന്ന് പറഞ്ഞാണ് ഹനുമാനെ പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഈ ഒരു അടയാളവാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്ന് അയച്ചിടിനാൻ ഹനുമാനെ. ലക്ഷ്മി ഭഗവതിയാകിയ സീതയാം പുഷ്കര പത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്ക് നോക്കി കപിസഞ്ചയം. ലക്ഷവും വൃത്രാരിപുത്ര തനയനും ഭാര്യയുടെ മകനും പുഷ്കര സംഭവപുത്രനും. പുഷ്കര സംഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ പുത്രനായ ജാംബവാൻ. പുഷ്കര ബാന്ധവ ശിഷ്യൻ. പുഷ്കരം താമര, താമരയുടെ ബന്ധു എന്നാൽ സൂര്യൻ, സൂര്യൻ്റെ ശിഷ്യൻ ഹനുമാൻ. ഇങ്ങനെയുള്ള ഇവരും മറ്റുള്ള മർക്കട സേനാപതികളുമായി ദ്രുതം നാനാ നഗര ഗ്രാമദേശങ്ങൾ കാനര രാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞതി. എല്ലായിടവും തിരഞ്ഞ് സത്വരം നീളെ നടക്കും ദശാന്തരെ. അങ്ങനെ പോകവേ ഗന്ധവാഹാത്മജനാദികളൊക്കവേ, ഗന്ധവാഹാത്മജൻ ഹനുമാൻ ഇവരൊക്കെ തന്നെ വിന്ധ്യാചല അടവി, വിന്ധ്യാചലത്തിൻ്റെ അവിടെയുള്ള ആ ഒരു കാട്ടിൽ പുക്കു തിരയുമ്പോൾ, അങ്ങനെ തിരയുന്ന സമയത്ത് ഘോര മൃഗങ്ങളെയും കൊന്നു തിന്ന് അതിക്രൂരനായൊരു നിശാചര വീരനെ കണ്ടു. ഒരു ഭീകരരൂപിയായിട്ടുള്ള ഒരു രാക്ഷസനെ കണ്ടപ്പോൾ വേഗത്തോടടുത്താരിത് ദശകണ്ഠനോർത്ത്. ഇവർക്കറിയില്ല ആരാണ് രാവണൻ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ ഈ രാക്ഷസനെ കണ്ടിട്ട് ഇതാണ് രാവണൻ എന്നോർത്ത് കപിവരന്മാരെല്ലാം നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ, ആ രാക്ഷസനെ കണ്ട ഉടനെ ഇവരൊക്കെ തന്നെ മുഷ്ടിപ്രഹാരം കൊണ്ട് ആ ദുഷ്ടനെ പെട്ടെന്ന് നഷ്ടമാക്കിയിടിനാൻ, അവനെ അടിച്ചു കൊന്നു. എന്നാൽ പിന്നെയാണ് മനസ്സിലായത് അത് പങ്ക്തിമുഖനല്ലിവനെന്ന് മനസ്സേ ചിന്തിച്ചു. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് രാവണനല്ല എന്ന്. അങ്ങനെ ഇവർ വീണ്ടും പിന്നെയും വേഗേന പോയവർ വീണ്ടും മുന്നോട്ട് തിരഞ്ഞുകൊണ്ടിങ്ങനെ നടന്നു. സ്വയം പ്രഭാഗതി. വാനരന്മാർ നടന്നുകൊണ്ടിരിക്കെ അന്ധകാര ആരണ്യം, ആകെ ഇരുട്ട് നിറഞ്ഞ ഒരു കാട്ടുപ്രദേശം. ആശു വളരെ പെട്ടെന്ന്, അതായത് ഇവർ പോകവേ പുക്കിയിടിനാൽ അന്തര, അതിനിടയിൽ ദാഹവും വർദ്ധിച്ചതേറ്റവും. ശുഷ്ക കണ്ഠ ഓഷ്ഠ താലുപ്രദേശം, കണ്ഠം വരണ്ട തൊണ്ടയും, ഓഷ്ഠപ്രദേശം എന്നാൽ ചുണ്ട്, താലു എന്നാൽ വായയ്ക്കുള്ളിലെ ആ ഒരു ഭാഗം. ഇങ്ങനെ എല്ലാം വറ്റി വരണ്ടതുപോലെ, തൊണ്ടയാകെ വരളുന്നത് പോലെ മർക്കട വീരർ ഉണങ്ങി വരണ്ടൊരു ജിഹ്വയോടും, ഇങ്ങനെ നാവൊക്കെ ഉണങ്ങി വരണ്ടു കുറേ നേരമായി വെള്ളമൊക്കെ കുടിച്ചിട്ട്. അങ്ങനെ നടക്കുന്ന നേരത്തൊരു ഗഹ്വരം, ഒരു വലിയൊരു ഗുഹ തത്ര കാണായി വിധിവശാൽ. അതായത് ഇങ്ങനെ ഒരു ഗുഹ കാണണം എന്നത് ഒരു നിയോഗമായിരുന്നു എന്നതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് വിധിവശാൽ. അതാകട്ടെ വല്ലി തൃണഗണച്ഛന്നം, വല്ലികൾ, നല്ല വള്ളിച്ചെടികളും
തൃണം, ഒരുപാട് പുല്ലുകളുമൊക്കെയായിട്ട്, ഗണമെന്നാൽ ആ കൂട്ടം, ഇവയുടെ കൂട്ടത്താൽ ഛന്നമായിരിക്കുകയാണ്, മറച്ചിരിക്കുന്നത് പോലെ. ഛന്നമായോന്നതിൽ ഇല്ലയല്ലീ ജലം, പക്ഷെ അവിടെ ഒന്നും വെള്ളമില്ല എന്നോർത്ത് നിൽക്കുമ്പോൾ ആർദ്ര പക്ഷ ക്രൗഞ്ച ഹംസാദി പക്ഷികൾ, ആർദ്രം നനഞ്ഞ, പക്ഷം ചിറക്, നനഞ്ഞ ചിറകുള്ള ക്രൗഞ്ച പക്ഷികൾ, ചക്രവാക പക്ഷികളും ഹംസം അരയന്നവുമൊക്കെ ആ പക്ഷികൾ ഊർധ്വദേശേ, ഈ വാനരന്മാരുടെ മുകൾ പ്രദേശത്ത്, ആ ആകാശത്തിൽ കൂടെ പറന്നാൽ അതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്ന് വീണു ജലകണം, ആ പക്ഷികളുടെ ചിറകുകളിൽ നിന്ന് ജലം ഇറ്റിറ്റു വീഴുന്നത് കണ്ടിട്ട് മർക്കടന്മാരും അത് കണ്ട് കൽപ്പിച്ചാർ. അവരപ്പോൾ നിരൂപിച്ചു, നല്ല ജലം അതിലുണ്ടെന്ന് നിർണയം, ഇവിടെ നല്ല ജലമുണ്ട് എന്ന് അവർ അനുമാനിക്കുകയാണ്. കാരണം ചുറ്റിലും ഇരുട്ടാണ്, അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക, നമുക്കിതിലിറങ്ങാം എന്ന് പറഞ്ഞു. ഒന്നും കാണുന്നില്ല, പക്ഷെ അനുമാനിച്ചുകൊണ്ട് അവരങ്ങ് ഇറങ്ങുകയാണ്. എന്ന് പറഞ്ഞൊരു നേരത്ത് മാരുതി മുന്നിലിറങ്ങിനാൻ. മാരുതി ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നിലിറങ്ങി. മറ്റുള്ളവர்களுം പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ടന്നേരം അവർക്കൊന്നും കാണാൻ വയ്യ. അതുകൊണ്ട് അവർ അന്യോന്യം ഒത്ത് കയ്യും പിടിച്ചാകുലാൽ, ഒരാൾ മറ്റൊരാളുടെ കൈ പിടിച്ച് അങ്ങനെ വരിവരിയായിട്ട് അങ്ങനെ പോവുകയാണ്. ഖിന്നതയോടും, നല്ല ബുദ്ധിമുട്ടുണ്ട് അതിലൂടെ നടക്കാൻ, ഒന്നാമത് ഒന്നും കാണുന്നില്ല. അങ്ങനെ നടന്നു പോയി ചെന്നാർ അതീവ ദൂരം തത്ര കണ്ടിതു മുന്നിൽ അമ്മാർ അതി ധന്യദേശസ്ഥലം. എന്നാൽ ഇങ്ങനെ കുറച്ച് മുന്നോട്ടു പോയപ്പോൾ അതിരമണീയമായ ഒരു സ്ഥലം കണ്ടു, സ്വർണമയം. ആ സ്വർണത്തിൻ്റെ പ്രഭയാണ്, മനോമോഹനം, കാൺമവർ കണ്ണിന്, കാണുന്നവരുടെ കണ്ണിനും ഏറ്റവും ആനന്ദകരം പരം. വാപികളുണ്ട്, നല്ല കുളങ്ങളുണ്ട്, മണിമയവാരിയാൽ, സ്ഫടികം പോലെ നിർമ്മലമായ വെള്ളം, ആപൂർണകളായ അതീവ വിശദമായി, അത്ര വിസ്താരമേറിയ ഒരു കുളം. പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള നല്ല പഴുത്ത പഴങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് കുനിഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളുണ്ട്. കാരണം ആ ഒരു ഭാരം കൊണ്ട് വൃക്ഷങ്ങളൊക്കെ കുനിഞ്ഞിരിക്കുന്നു. അതാകട്ടെ കൽപ്പദ്രുമ തുല്യമായി, ദേവലോകത്തുള്ള കൽപ്പവൃക്ഷത്തിന് തുല്യമായിട്ടുള്ള വൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത്. പീയൂഷ സാമ്യ മധു ദ്രോണ സംയുത, പീയൂഷ സാമ്യം എന്നാൽ അമൃതിന് തുല്യമായിട്ടുള്ള മധു ദ്രോണം, മധുപാത്രം. ദ്രോണം എന്നാൽ ഒരു അളവ് പാത്രമാണ്. അങ്ങനെ മധു നിറച്ച പാത്രങ്ങൾ, സംയുതം അതിനോടുകൂടിയ പേയ ഭക്ഷ്യ അന്നസഹിതങ്ങൾ, പേയം എന്നാൽ കുടിക്കുവാനുള്ളത്, ഭക്ഷ്യം കഴിക്കുവാനുള്ള, ഇങ്ങനെയുള്ള അന്നസഹിതങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയുള്ള വസ്ത്യങ്ങളുണ്ട് പലതരം തത്രയേവ, നാനാവിധത്തിലുള്ള മനോഹരങ്ങളായ മന്ദിരങ്ങളുണ്ട് അവിടെ. വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. നല്ല വസ്ത്രങ്ങൾ കൊണ്ടും രത്നങ്ങളെ കൊണ്ടുമൊക്കെ ഈ മന്ദിരങ്ങളൊക്കെ അലങ്കരിച്ചിരിക്കുന്നു. മാനസമോഹനമായ ദിവ്യസ്ഥലം, മാനുഷവർജിതം, പക്ഷേ ഒരു മനുഷ്യനെയും അവിടെ കാണാനില്ല. ദേവഗേഹ ഉപമം, ദേവന്മാരുടെ മന്ദിരങ്ങൾക്ക് സമാനമായിട്ടുള്ള തത്രഗേഹേ, അവിടെ മണികാഞ്ചന വിഷ്ടരേ, അവിടെ ഇവർ കാണുന്നത് നല്ല രത്നങ്ങളും സ്വർണങ്ങളുമൊക്കെ പതിപ്പിച്ച ഒരു വിഷ്ടരെ, ഒരു പീഠത്തിൽ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ. വളരെ വിചിത്രമായ ആകൃതി എന്നതുകൊണ്ട് അത്രയും സുന്ദരിയാണ്. അങ്ങനെ ഒരു സുന്ദരിയെ അപ്പോൾ ഈ വിജനമായ പ്രദേശത്ത്, എന്നാൽ അത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് ഒരു സ്ത്രീയെ കണ്ടതാണ് വിചിത്രമായിട്ട് അവർക്ക് തോന്നിയത്. ആ സ്ത്രീ ആകട്ടെ യോഗം ധരിച്ച് ഒരു സമാധി അവസ്ഥയിൽ ഭഗവാനുമായിട്ട് അങ്ങനെ യോഗത്തിലിരിക്കുന്നത് പോലെ ജടാവൽക്കലം പൂണ്ട് യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാസമ ആഭ, അഗ്നിജ്വാലയ്ക്ക് തുല്യമായ പ്രകാശത്തോടു കൂടിയാണ് ആ യോഗിനി ഇരിക്കുന്നത്.
പാവനയാണ് എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നു. അങ്ങനെയുള്ള മഹാഭാഗ്യവതിയായിട്ടുള്ള ആ യോഗിനിയെ കണ്ട് തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ഒരേ സമയം ഭക്തിയോടും എന്നാൽ യോഗിനി എങ്ങനെയാണ് നമ്മളോട് പെരുമാറുക എന്നതിൻ്റെ ഭീതി. കാരണം ഈ ഒരു സ്ഥലത്തേക്ക് അവർ വിധിവശാൽ എത്തിപ്പെട്ടതാണ്. എങ്ങനെ എത്തി എന്ന് അവർക്ക് പോലും അറിയാത്ത ഒരവസ്ഥ. അപ്പോൾ യോഗിനിയുടെ ഏകാന്ത തപസ്സിന് ഭംഗം വരുത്തി എന്ന രീതിയിൽ യോഗിനിക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മുഷിവ് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളൊരു ഭീതിയുമുണ്ട്. അങ്ങനെ വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ട് ആ വാനരന്മാരെ കണ്ട് മോദം പൂണ്ടു. എന്നാൽ യോഗിനി വളരെ സന്തോഷത്തോടുകൂടെ യോഗിനി താനും അവരോട് ചൊല്ലിനാൾ, നിങ്ങൾ ആരാകുന്നതെന്ന് പറയണം. ഇങ്ങു വന്നിടുവാൻ മൂലവും, ഇങ്ങ് വരാൻ എന്താണ് കാരണം എന്നും ചൊല്ലണം. എങ്ങനെ മാർഗം അറിഞ്ഞവാറ്, കാരണം ഈ വഴി അറിയാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് എങ്ങനെ ഇത് അറിഞ്ഞു എന്നതും ഇനി എങ്ങനെ പോകുന്നതെന്നും എങ്ങോട്ടാണ് പോകേണ്ടതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ, വൃത്താന്തമൊക്കെ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ സത്യം മാത്രമേ പറയുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇതുവരെയുള്ള രാമായണ കഥ ചുരുക്കി പറയുകയാണ്. ഇതിൽ അർത്ഥം അറിയാത്ത ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ പറയാം, അല്ലാത്തത് നമുക്കറിയാവുന്ന കഥയാണ്. ഉത്തര കോസലത്തിങ്കൽ അയോധ്യയെന്ന് ഉത്തമമായുണ്ടൊരു പുരി ഭൂതലേ തത്രയേവ വാണു, അവിടെ തന്നെ വാണു ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠൻ അവർകളിൽ ശ്രീരാമനാകുന്നതെന്നും അറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലം ഒരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ട് സഖ്യവും ചെയ്തിതു തമ്മിൽ അന്യോന്യമായി. എന്നതിൻ അഗ്രജനാകിയ ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യവും നൽകിനാൻ ശ്രീരാമനും. അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞ് സീതയെ കണ്ടുവരിക എന്ന്. അതിൻ്റെ പ്രത്യുപകാരം ആരാഞ്ഞ് എവിടെയാ സീതയുള്ളത് എന്ന് കണ്ടുപിടിച്ചു വരിക. അതിനായിട്ട് വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും എല്ലാ ദിക്കിലേക്കും അയച്ചു. അതിൽ ദക്ഷിണ ദിക്കിൽ അന്വേഷിപ്പതിനൊരു ലക്ഷം കപിവരന്മാരുണ്ട് ഞങ്ങളും. ദാഹം പൊറാഞ്ഞ് ജലകാംക്ഷയാ വന്നു. ജലം എവിടെയാ ഉണ്ടാവുക എന്ന ആകാംക്ഷയാൽ വന്നതാണ്. മോഹേന ഗഹ്വരം പുക്കിതറിയാതെ, യഥാർത്ഥത്തിൽ ഞങ്ങൾ ഈ ഗുഹയിലേക്ക് പെട്ടതൊന്നും അറിഞ്ഞിട്ടില്ല. ദൈവവശാൽ, അതാണ് ദൈവവശാലാണ് ഇവിടെ എത്തിയത്. ഇവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ഇതാണ് ഞങ്ങളുടെ വിവരങ്ങൾ. ഇനി ആരെന്നതും ദേവി ആരെന്നതും ഞങ്ങൾ ഏതും അറിഞ്ഞില്ല. നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോട് വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ, പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ച് അമൃതപാനം ചെയ്ത് തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിൻ. എന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. നിങ്ങളിപ്പോൾ ക്ഷീണിതരാണ്. ക്ഷീണിച്ച ബുദ്ധിയിൽ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവുകയില്ല. അത് പൊതുവെയുള്ള ഒരു സത്യമാണ്. നമ്മൾ ക്ഷീണിച്ച് അവശരായിട്ടിരിക്കുമ്പോൾ പറയുന്നതൊന്നും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കിയിട്ട് യോഗിനി പറയുകയാണ്, ആദ്യം നിങ്ങൾ ഇവിടെയുള്ള പക്വഫലമൂലങ്ങളൊക്കെ ഭക്ഷിച്ച് നിങ്ങളുടെ വിശപ്പ് മാറ്റൂ. അമൃതപാനം ചെയ്ത് അമൃതിന് തുല്യമായിട്ടുള്ള മധുവൊക്കെ കുടിച്ച് നിങ്ങൾ അങ്ങനെ തൃപ്തരായിട്ട് അപ്പോൾ നിങ്ങളുടെ ബുദ്ധി തെളിയും. അങ്ങനെ വന്നാൽ ഞാൻ എൻ്റെ വൃത്താന്തത്തെ പറയാം എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്ത് ചിത്തം തെളിഞ്ഞ് ദേവീ സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ടു. നമസ്കരിച്ചുകൊണ്ട് നിന്നോരനന്തരം
ചാരുസ്മിതപൂർവം അഞ്ജസ. അപ്പോൾ തന്നെ യോഗിനി മാരുതിയോട് പറഞ്ഞു തുടങ്ങിനാൾ. കഥ പറയുകയാണ്, താൻ ആരാണ്? വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമ്മ ആത്മജ, വിശ്വകർമാവിൻ്റെ മകൾ ഹേമാ മനോഹരി. നൃത്തഭേദം കൊണ്ട്, നൃത്തത്തിൻ്റെ ദേവനാണ് ശിവൻ, പരമശിവൻ. അങ്ങനെ ഈ ഹേമ എന്ന അതിസുന്ദരിയായിട്ടുള്ള വിശ്വകർമാവിൻ്റെ മകൾ നൃത്തഭേദം കൊണ്ട്, വിവിധ തരത്തിലുള്ള നൃത്തങ്ങളെ കൊണ്ട് സന്തുഷ്ടനാക്കിനാൾ, പരമശിവനെ സന്തുഷ്ടനാക്കി. അതിനാൽ മുഗ്ധേന്ദുശേഖരൻ, ശ്രീ പരമേശ്വരൻ തന്നെ അതുമൂലം ദിവ്യപുരം ഇതം, ഈ ഒരു ദിവ്യ നഗരത്തെ തന്നെ നൽകിനാൻ ഈശ്വരൻ. ദിവ്യ സംവത്സരാണാം അയുതായുധം, ദിവ്യ സംവത്സരങ്ങളുടെ 10,000 ഏകദേശം 10 കോടിയാണ് പറയുന്നത്. ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുര, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇവിടെ വസിക്കുന്നു. തത് സഖി ഞാനിഹ, ഞാൻ അവളുടെ സഖിയാണ്. നാംന സ്വയംപ്രഭ, എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി, ഞാനൊരു ഗന്ധർവപുത്രിയാണ്. സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും, ഹേമ ബ്രഹ്മലോകം പ്രവേശിച്ചിതു. അങ്ങനെ പ്രവേശിച്ച സമയത്ത്, അങ്ങനെ പോകാൻ തുടങ്ങുന്നതിന് മുന്നേ നിർമ്മലഗാത്രിയും ഹേമ, ആ നിർമ്മലഗാത്രിയായിട്ടുള്ള ഹേമ എന്നോട് ചൊല്ലിനാൾ, സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. നീ ഇവിടെ തന്നെ തപസ് ചെയ്തിരിക്കൂ, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഇവിടെ ആരും വരികയില്ല. ത്രേതായുഗേ, അപ്പോൾ ഇവിടെ പറഞ്ഞു ഒരു കോടിക്കണക്കിന് വർഷങ്ങളായി ഇവരിവിടെ താമസിക്കുന്നു എന്ന് വെച്ചാൽ ഏതോ യുഗത്തിലാണ് ഇവരിവിടെ വന്ന് താമസിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും, ഭൂമിയിൽ വന്ന് അവതരിക്കും ദശരഥപുത്രനായി ഭൂഭാരനാശനാർത്ഥം. അങ്ങനെ വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരെ, ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനൻ അക്കാലം. അപ്പം ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ജാനകി ദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരെ, നിന്റെ ഗുഹയുടെ ഈ ഒരു മന്ദിരത്തിൽ അവർ വരും, വാനരന്മാർ വരും. സൽക്കരിച്ചീടവരെ പ്രീതി പൂണ്ടു നീ, മർക്കടന്മാർക്ക് ഉപകാരവും ചെയ്തു പോയി. നീ അവരെ സത്കരിക്കുക, ആ വാനരന്മാരെ സത്കരിക്കുക. അതിനുശേഷം ചെയ്തിട്ട് പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. അങ്ങനെ ശ്രീരാമദേവനെ നേരിട്ട് പോയി കണ്ടു വണങ്ങിയിട്ട് നാരായണസ്വാമി തന്നെ രഘൂത്തമൻ, ഇത്രയും കാലം ഏതൊരു ഭഗവാനെ കാണാനാണോ നീ കാത്തിരുന്നത്, ആ നാരായണൻ സ്വാമി തന്നെയാണ് രഘൂത്തമൻ. ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. അങ്ങനെ ഭക്തിയോടുകൂടെ ശ്രീരാമദേവനെ നേരിൽ കണ്ട് സ്തുതിച്ചാൽ നിനക്ക് യോഗികൾക്ക് മാത്രം ഗമിക്കാൻ സാധിക്കുന്ന സനാതനമായ മുക്തിപദത്തെ ലഭിക്കുന്നതാണ്. ഇങ്ങനെ സ്വയംപ്രഭ പറഞ്ഞിട്ട് വാനരന്മാരോട് പറഞ്ഞു, ആകയാൽ അവർ പറഞ്ഞതുപോലെ, ഹേമ പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായിക്കൊണ്ട് പോകുന്നു, ഞാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ വന്ന ആ വഴിയെ തന്നെ പോകേണ്ടതുണ്ട്. അതിനായി, അതാണ് നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ, നിങ്ങൾക്ക് പോകേണ്ട വഴിയിലേക്ക് ഞാൻ എത്തിക്കാം. നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. അങ്ങനെ മനസ്സ് തെളിഞ്ഞ് ആ വാനരന്മാരൊക്കെ കണ്ണടച്ചു. സത്വരം പൂർവസ്ഥിത അടവി പൊക്കിതു. പിന്നെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വാനരന്മാർ തങ്ങൾ എവിടെ നിന്നാണോ ഈ ഗുഹയിലേക്ക് പോയത് അതേ സ്ഥലത്ത് വന്നെത്തിയിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ അവർ തമ്മിൽ ചിത്രം വിചിത്രം വിചിത്രം ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ഇതെന്തൊരു വിചിത്രമായ അനുഭവമാണ് എന്നോർത്തവർ പദ്ധതിയുടെ പിന്നെ അവർ പോകേണ്ട ആ വഴിയിലൂടെ നടന്നു തുടങ്ങിനാർ. നടന്ന് അങ്ങനെ അവർ യാത്ര തുടർന്നു. സ്വയംപ്രഭാസ്തുതി.
യോഗിനിയും ഗുഹാവാസം ഉപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാൾ അതിദ്രുതം. വാനരന്മാരെ അവർ വന്ന വഴിയെ ആക്കിയതിനു ശേഷം യോഗിനിയായ സ്വയംപ്രഭ ഭഗവാന്റെ അടുത്ത് വന്നു. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ലക്ഷ്മീശനായിട്ടുള്ള, ലക്ഷ്മിയുടെ ഭർത്താവായിട്ടുള്ള ഭഗവാനെ പ്രദക്ഷിണം കൃത്വാ, പ്രദക്ഷിണം ചെയ്തിട്ട് ഭക്ത്യ സഗദ്ഗതം രോമാഞ്ച സംയുതം. ഇതൊക്കെയാണ് ഭക്തിയുടെ ലക്ഷണങ്ങൾ. ഭക്തി ഉള്ളിൽ ഉദിക്കുമ്പോൾ നമ്മുടെ ശരീരമാകെ രോമാഞ്ചം കൊള്ളും. മുഹുഹു മുഹുഹു സ്തുത്വ, മുഹുർമുഹു സ്തുത്വ, വീണ്ടും വീണ്ടും സ്തുതിച്ചിട്ട് ബഹുവിധം പല രീതിയിൽ. ദാസി തവാഹം, അഹം തവ ദാസി, ഞാൻ അങ്ങയുടെ ദാസിയാകുന്നു. രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭു രാമ ദയാനിധേ, കാൺമതിനായിക്കൊണ്ടുവന്നേനിവിടെ ഞാൻ, അങ്ങയെ കാണാൻ വന്നതാണ്. സാമ്യമില്ലാത്ത, അങ്ങയുമായി തുലനം ചെയ്യാൻ ആരുമില്ലാത്ത, അങ്ങേക്ക് സമാനനായിട്ട് ആരുമില്ലാത്ത അല്ലയോ ജഗത്തിൻ്റെ ഏകനായ പതി, ജഗത്പതേ ശ്രീപതേ, ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ് ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലം അദ്യൈവ നൂനം ഫലിതം രഘുപതേ. അങ്ങയെ കാണാനായിട്ടുള്ള ത്വദ്രൂപ ദർശനാർത്ഥം, അങ്ങനെ കാണാനുള്ള ആ ഒരു തപോബലം, അപ്പോൾ അത്രയും തപസ് ചെയ്തുകൊണ്ടുള്ള ബലം നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ അപ്പോഴാണ് ചിത്തം ശുദ്ധിയാവുക. അങ്ങനെ ചിത്തശുദ്ധി വന്നവർക്കാണ് ഭഗവാനെ കാണാൻ സാധിക്കുക. അത് അദ്യയേവ, ഇന്നായിരിക്കണം നൂനം ഫലിതം, അത് അതിൻ്റെ ഫലപ്രാപ്തിയിലെത്തിയത് എന്നെനിക്ക് തോന്നുന്നു രഘുപതേ. ആദ്യനായൊരു ഭവന്തം നമസ്യാമി, ഇവിടെ ആദ്യമുണ്ടായ എന്നുമുള്ള ആ ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. വേദ്യനല്ല ആരാലുമേ ഭവാൻ നിർണയം, അങ്ങയുടെ തത്വം ആർക്കും അറിയാൻ സാധിക്കില്ല. അന്തഃ ബഹിഃ സ്ഥിതം, അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തം, എല്ലാ ഭൂതങ്ങളിലും അന്തഃ ബഹിഃ, എല്ലാവരുടെയും ഉള്ളിലും ഭഗവാനാണ്, പുറത്തും. ജീവസ്വരൂപനായിട്ട് ഉള്ളിലും, ഉള്ളിലാണോ എന്ന് ചോദിച്ചാൽ ഉള്ളിൽ, അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളിലും പുറത്തുമായിട്ട് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. സന്തം അലക്ഷ്യം ആദ്യന്തഹീനം പരം, സന്തം എന്നാൽ അവിടെ ഉള്ളത്, സത്തായിട്ട് ഭഗവാൻ ഇരിക്കുന്നു. അലക്ഷ്യം ആദ്യന്തഹീനം പരം, ഭഗവാന് എന്ന് പറഞ്ഞിട്ടൊരു ലക്ഷ്യമില്ല. ആദ്യന്തഹീനം, ആദിയും അന്തവും ഇല്ലാത്തവൻ, പരം ഏറ്റവും പരമമായിട്ടുള്ള, മായായവനികാച്ഛന്നനായിട്ട് ഭഗവാൻ ഒരു തിരശീലയിട്ടു, അതിൻ്റെ പേരാണ് മായ. എന്നിട്ട് തന്നെ മറച്ചു, അതാണ് ഛന്നനായിട്ട് വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ. ആ ഭഗവാൻ ഇപ്പോൾ സ്വയം മായയെ സ്വീകരിച്ച് മനുഷ്യ ശരീരത്തിൽ വന്നിരിക്കുന്നു. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം, അങ്ങ് അറിവിൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ടു തന്നെ ഈ മായയിൽപ്പെട്ട അജ്ഞാനികൾക്ക് അങ്ങയെ അറിയാൻ സാധിക്കില്ല. ഭാഗവതന്മാർക്ക്, ഭഗവാന്റെ ഭക്തന്മാർക്ക് ഭക്തിയോഗാർത്ഥമായി, ഭക്തിയോഗത്താൽ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ടാണ് ഭഗവാൻ ഒരു രൂപം സ്വീകരിച്ചു വന്നത്. അപ്പോൾ ആ രൂപത്തെ മനസ്സിൽ ധ്യാനിക്കാൻ എളുപ്പമാണ്. അങ്ങനെ ഭഗവത് ഭക്തന്മാർക്ക് ആ രൂപത്തിലൂടെ ഭഗവാനെ അറിഞ്ഞ് അങ്ങനെ ആ തത്വത്തെ അറിയാനായിട്ട്, അങ്ങനെ ഭഗവാന് തന്നെ സ്വയം ഒരു സങ്കല്പം ഉണ്ടായിരുന്ന സമയത്ത് ലോകേശ മുഖ്യ അമരൗഘം, ലോകേശൻ ബ്രഹ്മാവ് തുടങ്ങിയ അമരന്മാരായിട്ടുള്ള ദേവന്മാരുടെ കൂട്ടം ഔഘം അർത്ഥിക്കയാൽ, അവർ വന്ന് പ്രാർത്ഥിച്ചതിനാൽ ഭൂമിയിൽ വന്ന് അവതീർണനാം, ഭൂമിയിൽ വന്ന് അവതരിച്ച നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും, താമസി തമോഗുണിയാണ് ഞാനെന്നാണ് ഇവിടെ സ്വയംപ്രഭ പറയുന്നത്. കാരണം ഭഗവാനെ അറിയാനുള്ള ആ ഒരു ബലമൊന്നും സത്വഗുണമൊന്നും എനിക്കായിട്ടില്ല എന്ന് സ്വയം പറയുകയാണ്. ഞാൻ എങ്ങനെ അറിയാനാണ്? സച്ചിന്മയം
സത്ത് ചിത്ത്. സത്ത് എന്നത് ഉണ്മ, ചിത്ത് ബോധം. ഇങ്ങനെ ഉണ്മയും ബോധവുമായിട്ടുള്ള ആ സ്വരൂപമാണ് ഭഗവാൻ. അങ്ങയുടെ തത്വം. ജഗത്രയെ കശ്ചിത് പുരുഷനറിയും സുഹൃതിന. സുഹൃതിയായിട്ടുള്ള ഒരു പുരുഷന് മാത്രമേ അങ്ങയെ കുറച്ചെങ്കിലും അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും രൂപം തവ ഇതം, അങ്ങയുടെ ഈ രൂപം, ഇതം രൂപം സദാ ഭാതുമാനസേ, എൻ്റെ മനസ്സിൽ എപ്പോഴും വിളങ്ങേണമേ ഭഗവാനെ. താപസ അന്തസ്ഥിതം, തപസ് ചെയ്യുന്നവരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന താപത്രയാപഹം. ലോകത്തിൽ പ്രധാനമായി 3 തരത്തിലുള്ള താപങ്ങളാണ്. ആധ്യാത്മികമായ ദുഃഖം, ആധിഭൗതികം, ആധിദൈവികം. ഇങ്ങനെയുള്ള 3 ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നല്ലയോ നാരായണ. തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം. ആ ഒരു ദർശനം മാത്രം മതി, മോക്ഷം കിട്ടുമല്ലോ കേവലം. ജന്മമരണ ഭീതാനാം അദർശനം. ജനന മരണ ഭീതിയുള്ള അജ്ഞാനികൾക്ക് ഭഗവാനെ കാണാൻ സാധ്യമല്ല. സന്മാർഗദർശനം. സത്തുക്കളായിട്ട് ഭഗവാനെ അറിയാനായി ജീവിക്കുന്നവർക്ക് മാത്രം ദർശനം ലഭിക്കുന്നു. അതുപോലെ വേദാന്ത ദർശനം. ഇനി ഉപനിഷത് സത്യങ്ങൾ അറിഞ്ഞ് ആ രീതിയിൽ സാധന ചെയ്താൽ ഭഗവാനെ ദർശിക്കാം. പുത്ര കളത്ര മിത്ര അർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ, എൻ്റെ മകൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ മിത്രങ്ങൾ, എനിക്ക് ധനം വേണം, ഇങ്ങനെയുള്ള വിഭൂതി, അതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ചിന്തിക്കുന്നവർ, അങ്ങനെ ഭഗവാനെ മറന്ന് ദർപ്പിതരായിട്ടുള്ള, അപ്പോൾ സ്വാഭാവികമായി ദർപ്പം വരുമെന്നാണ്. ഭഗവാനെ മറന്നാൽ ദർപ്പം വരും. കാരണം പിന്നെ ചിന്തിക്കുന്നത് മുഴുവൻ ഞാൻ ചെയ്യുന്നു എന്നതാണ്. അങ്ങനെ ദർപ്പിതരായ മനുഷ്യർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ, ഹൃദയം തുറന്ന് രാമരാമ എന്ന് ജപിക്കില്ല. ഇനി അവർ ജപിക്കുന്നുണ്ടെങ്കിൽ തന്നെ വല്ല പുണ്യവും കിട്ടുമോ എന്ന ചിന്തയാലാണ്. അങ്ങനെ പുണ്യം കിട്ടിയിട്ട് വേണം എനിക്ക് ഇനിയും നല്ല ഒരു കുടുംബം, നല്ല ഒരു നിലയിലെത്താൻ എന്ന ചിന്തയാലാണ് ജപിക്കുന്നത്. പക്ഷേ ഇവിടെ സ്വയംപ്രഭ പറയുന്നു, ഭഗവാനെ എനിക്ക് എൻ്റെ ഹൃദയമറിഞ്ഞ് രാമനാമം മേ ജപിക്കായി വരേണമേ, എനിക്കങ്ങനെ ജപിക്കാൻ സാധിക്കണമേ ഭഗവാനെ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ. ഗുണത്രയം, സത്വരജ തമോ ഗുണങ്ങൾ, ഇതാണ് നമ്മെ ഈ ലോകത്ത് പലതും ചെയ്യിപ്പിക്കുന്നത്. അതിൽ നിന്ന് നിവൃത്തിക്കാനുള്ള മാർഗമാണ് ഭഗവാൻ. അങ്ങനെയായിട്ടുള്ള നിത്യായ, എന്നുമുള്ള, നിഷ്കിഞ്ചന അർത്ഥായ, നിഷ്കിഞ്ചനന്മാർ, എനിക്ക് ഭഗവാൻ മതി, വേറെ ഒന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുടെ അർത്ഥം ധനമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനായിക്കൊണ്ട് തേ നമഃ, അങ്ങേക്ക് നമസ്കാരം. സ്വാത്മാഭിരാമായ, അവനവനിൽ രമിക്കുന്ന, തന്നിൽ രമിക്കുന്ന, നിർഗുണായ, ത്രിഗുണങ്ങൾക്ക് അതീതനായ, ത്രിഗുണാത്മനെ, എന്നാൽ ത്രിഗുണങ്ങളുടെ ഈശനാണ് ഭഗവാൻ. ആ ത്രിഗുണങ്ങൾ ഓരോരുത്തരുടെ കർമ്മഫലം അനുസരിച്ച് അവർക്ക് കൊടുക്കുന്ന ഈശനാണ്. സ്വയം ത്രിഗുണം സ്വീകരിക്കാൻ സാധിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള സീതാഭിരാമായ തേ നമഃ. വേദാത്മകം, വേദം കൊണ്ട്, അല്ലെങ്കിൽ വേദം തന്നെയാണ് ഭഗവാൻ, വേദസ്വരൂപനാണ് ഭഗവാൻ. കാമരൂപിണം, ഇഷ്ടമുള്ള രൂപം സ്വീകരിക്കാൻ സാധിക്കുന്ന ഈശാനം, എല്ലാറ്റിൻ്റെയും ഈശൻ. ആദി മധ്യ അന്ത വിവർജിതം, ആദിയില്ല, മധ്യമില്ല, അന്തമില്ലാത്തവൻ. സർവത്ര മന്യേ സമം ചരന്തം, എല്ലായിടത്തും ഒരേപോലെ ചരിക്കുന്ന പുരുഷം പരം, പരമപുരുഷനായ ഭഗവാനെ, അങ്ങയെ, നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവോ, അങ്ങേക്കല്ലാതെ അങ്ങയെ വേറെ ആർക്കാണ് അറിയുക. മർത്യ വിഡംബനം ദേവാ തേ ചേഷ്ടിതം, ഒരു മനുഷ്യനായിട്ടുള്ള അങ്ങയുടെ ഈ ലീലകളൊക്കെ അങ്ങയുടെ വെറും ചേഷ്ടകളാണ്. അങ്ങ് അങ്ങനെയൊക്കെ വരുമ്പോഴും ചിത്തെ നിരൂപിക്കിൽ എന്തറിയാവതും, അങ്ങയുടെ മാനസികമായ തലം ഇവിടെ ആർക്കാണ് അറിയാവുക. ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം.
അങ്ങയുടെ മായയിൽ തന്നെ ഇരിക്കുന്ന പിഹിതാത്മാക്കൾ, അങ്ങയെ അറിയണമെന്നാഗ്രഹിക്കുന്ന സത്യജ്ഞാനികൾ അല്ലെങ്കിൽ സത്യാർത്ഥികൾ കാണുന്നു ചിന്മയനായ ബോധസ്വരൂപനായ അങ്ങയെ പലവിധം അവർ പോലും കാണുന്നു. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാൻ അവസ്ഥാന്തരേ. ഭഗവാൻ യഥാർത്ഥത്തിൽ ജനിക്കുന്നില്ല, ഭഗവാന് ഒരു കർത്തൃത്വ ബോധവുമില്ല, അത് ചെറുതുപോലുമില്ല എന്നാണ്, ഒരു ചെറിയ അംശം പോലും ഇല്ല. അതാണ് ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാൻ, അങ്ങ് അവസ്ഥാന്തരേ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ദേവ തിര്യങ് മനുജാതികളിൽ ദേവന്മാരായിട്ട് ജനിക്കുന്നു, തിര്യക്ക് എന്ന് വെച്ചാൽ പക്ഷിമൃഗാദികൾ അവരായിട്ട് ജനിക്കുന്നു, മനുജാതികളിൽ മനുഷ്യജാതികളിൽ ഒക്കെ ഭഗവാൻ ജനിക്കുന്നു. ഇങ്ങനെ ജനിച്ചേവമാദ്യങ്ങളാം ഇപ്പോൾ ഈ ചെയ്യുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്വതും ഇതൊക്കെ ഭഗവാനെ നിൻ മഹാമായാ വിഡംബനം, ഇതൊക്കെയാണ് ഭഗവാന്റെ മായാലീലകൾ നിർണയം. കൽമഷഹീന, ഒരു തരത്തിലുള്ള കൽമഷവുമില്ലാത്ത ഭഗവാനെ കരുണാനിധേ വിഭോ, മേദിനി തന്നിൽ ഈ ഭൂമിയിൽ വിചിത്ര വേഷത്തോടും പല വിധത്തിലുള്ള വേഷങ്ങൾ അങ്ങ് ധരിച്ച് ഒരു നടനെപ്പോലെ ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഇങ്ങനെ അങ്ങ് ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുകയാണ്. ഇങ്ങനെ ഓരോരോ ലീലകൾ ആടുന്നത് എന്തിനാണ്? ഭക്തരായുള്ള ജനങ്ങൾക്ക് നിത്യവും ത്വത്കഥാപീയൂഷപാന സിദ്ധിക്ക്. അപ്പോഴാണ് ഭഗവാന്റെ ചരിതങ്ങളിങ്ങനെ പാടി രസിക്കാൻ സാധിക്കുക. ആ കഥാപീയൂഷം അമൃതപാനം ചെയ്യാനാണ് എന്ന് ചൊല്ലുന്നിതു ചിലർ. ഇനി മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോര തപോബല സിദ്ധയെ നിർണയമെന്ന്. ഇനി ചിലവർ പറയുന്നു കോസലാധിപനായ ദശരഥൻ മുജ്ജന്മങ്ങളിൽ ഭഗവാൻ എൻ്റെ മകനായി പിറക്കണമെന്ന് തപസ് ചെയ്തതിനാലാണെന്ന് പറയുന്നു. ഇനി ചിലർ പറയുന്നിതു കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ട് ഇഹ, ഇതേപോലെ കൗസല്യയും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഭഗവാൻ ജനിച്ചതെന്ന് ചിലർ പറയുന്നു. ഇനി മൈഥിലി ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. ഇനി മറ്റുള്ളവർ പറയുന്നു സ്രഷ്ടാവ് താൻ അപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലെന്ന് ചിലർ പറയുന്നു. ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് ഭഗവാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന്. ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശനത്തിനെന്നിതു ചിലർ. ഭൂഭാരം നശിപ്പിക്കാനാണ് ഭഗവാൻ വന്നത് എന്ന് ചിലവർ പറയുന്നു. ധർമ്മത്തെ രക്ഷിച്ച് അധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ, കർമ്മസാക്ഷി സൂര്യൻ, സൂര്യകുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. ഇങ്ങനെ ദേവന്മാർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഓരോ ജന്മമെടുക്കുന്നത് എന്ന് ചൊല്ലുന്നിതു ദിവ്യമുനിജനം. എന്നാൽ ഒന്നും തിരിച്ചറിയാവതുമല്ലമേ, എനിക്ക് ഒന്നും അറിയില്ല ഇതിലേതാണ് ശരിക്കും, അതോ ഇതിനെല്ലാം കൂടെയാണോ ഭഗവാൻ വന്നത്? എന്തായാലും ഭഗവാൻ ജനിച്ചതുകൊണ്ടാണ് ഭഗവാന്റെ കഥകൾ ഇങ്ങനെ കേൾക്കാൻ സാധിക്കുന്നത്. അങ്ങനെ യാതൊരുത്തൻ കഥകൾ ചൊല്ലുന്നതും ആദരവോട് കേൾക്കുന്നതും നിത്യമായി. അത് ആദരവോടെ കേൾക്കണം, സമയമെടുത്ത് കേൾക്കണം. നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ, അങ്ങനെ കേൾക്കുക മാത്രം ചെയ്താൽ മതി ഈ സംസാര സാഗരത്തെ കടക്കാൻ സാധിക്കും. മാത്രമല്ല കാണാം അവന് നിൻ പാദ പങ്കേരുഹം, അങ്ങനെ ചിത്തശുദ്ധി വരുത്തിയാൽ, ഭഗവത് കഥകൾ കേട്ടു മാത്രം ചിത്തശുദ്ധി വരുത്തിയാൽ ഭഗവാനെ അങ്ങയുടെ പാദ പങ്കേരുഹം കാണാമല്ലോ. ത്വൻ മഹാമായ ഗുണബദ്ധനാകയാൽ ചിന്മയമായ ഭവത് സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ളവണ്ണം അറിഞ്ഞിടുന്നു, എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ഞാനും അങ്ങയുടെ മഹാമായയിൽ ബദ്ധയാണ്, അതുകൊണ്ട് തന്നെ അങ്ങയെ പൂർണ്ണമായി അറിഞ്ഞ് സ്തുതിക്കാൻ എനിക്കറിയില്ല. എങ്കിലും ശ്യാമളം കോമളം ബാണധനുർധരം, ഇപ്പോൾ ഞാൻ കാണുന്ന ഈ രൂപത്തെ എനിക്കിങ്ങനെ സ്തുതിക്കാൻ തോന്നുന്നു. ശ്യാമള നിറത്തിൽ
കോമളരൂപനായി ബാണധനുർധരനായിട്ട് രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുല സേവിതം അഗ്രേ ഭവന്തം. ഇതാ എൻ്റെ മുന്നിലിങ്ങനെ നിൽക്കുന്ന സാമ്പ്രതം, ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്യാമി, നമസ്കരിക്കുന്നു. രാമായ രാമഭദ്രായ നമോ നമഃ, രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു. മംഗളവാച നമസ്കരിച്ചിടിനാൾ. മംഗളകരമായ വാക്കുകളെ ചൊല്ലി ആ സ്വയംപ്രഭ ഭഗവാനെ നമസ്കരിച്ചു. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോട് അരുളി ചെയ്തു. സന്തുഷ്ടനായേൻ അഹം സന്തുഷ്ടനായി, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. തവ ഭക്തി കൊണ്ട് എന്തോന്നു മാനസേ കാക്ഷിതം ചൊല്ലു, നീ പറയൂ എന്താണ് വേണ്ടത് എന്നത് കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാക്ഷിതമൊക്കവേ, എത്രയോ കാലമായിട്ട് ആഗ്രഹിച്ചത് നടന്നിരിക്കുന്നു ഭഗവാനെ. ഇനി എനിക്കിത്രയേ വേണ്ടൂ. എത്ര കുത്രാഭിവസിക്കലും, ഞാനിനി ജന്മമെടുക്കുമോ ഒന്നും അറിയില്ല. ഇനി അഥവാ എടുത്താൽ ഏത് കാലത്ത് ഏത് സ്ഥലത്ത് എവിടെയാണെങ്കിലും വസിക്കലും ത്വത്പാദഭക്തിക്ക്, അങ്ങയിലുള്ള ഈ പാദഭക്തിക്ക് ഇളക്കമുണ്ടാകാതിരിക്കണം. എനിക്കത് മതി ഭഗവാനെ. ത്വത്പാദഭക്ത ഭൃത്യേഷു, അങ്ങയിൽ അത്രയും ഭക്തിയുള്ള ആ ഭക്തന്മാരുടെ ഭൃത്യന്മാരുമായിട്ട്, ഭക്തന്മാരുമായി നേരിട്ട് സംഘം ചെയ്യാനുള്ള പുണ്യമൊന്നും എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയൊക്കെ പുണ്യമുണ്ടോ? ഇനി അതില്ലെങ്കിലും അവരുടെ ഭൃത്യന്മാരിൽ അവരുമായിട്ട് സംഘം പുനരുൾപ്പൂവിൽ എപ്പോഴും ഉണ്ടാകുകയും വേണം. അതിനുള്ള അവസരം തരണമേ ഭഗവാനെ. ഇനി വേറൊരു കാര്യം, എനിക്കങ്ങനെ വരാതിരിക്കട്ടെ എന്ന് പറയുന്നു. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമം ഏകതാ സംഭവിച്ചിടായിക മനസ്സേ. ഈ ലോകമാണ് സത്യം, ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും നേടലാണ് ജീവിതത്തിൻ്റെ അർത്ഥം, ലക്ഷ്യം എന്നൊക്കെ കരുതുന്ന പ്രാകൃതന്മാരുമായിട്ട് ഭഗവാനെ ഒരിക്കൽ പോലും സംഘം വരാതിരിക്കട്ടെ. രാമരാമേതി ജപിക്കായി വരേണമേ, ഹൃദയം തുറന്ന് അറിഞ്ഞ് അനുഭവിച്ച് രാമരാമ എന്ന് ജപിക്കാൻ പറ്റണമേ ഭഗവാനെ. രാമപാദേ രമിക്കേണമെൻ മാനസം, അങ്ങയുടെ ആ പാദത്തിൽ രമിക്കാൻ എനിക്ക് സാധിക്കണം. സീതാ സുമിത്രാത്മജ അന്വിതം രാഘവം, പീതവസ്ത്രം, നല്ല മഞ്ഞപ്പട്ട്, ചാപബാണാസനധരം. ഇപ്പോഴത്തെ വേഷമല്ല പറയുന്നത്, ഭഗവാന്റെ ആ രൂപത്തെ കാണാനാണ് എനിക്കിഷ്ടം എന്ന് പറയുകയാണ്. ചാപവും ബാണവും ധരിച്ച, ചാരുമകുടം, നല്ല കിരീടം ധരിച്ച, കടകം, വളകൾ, പൊൻവളകൾ ധരിച്ച, കടിസൂത്രം, അരഞ്ഞാണം ധരിച്ച, ഹാരം, മാലയണിഞ്ഞ, മകരമണിമയ കുണ്ടലം, മകരമത്സ്യത്തിൻ്റെ ആകൃതിയിലുള്ള കർണാഭരണങ്ങൾ ധരിച്ച, നൂപുരം, പാദസരങ്ങൾ അണിഞ്ഞ, കാൽത്തളകൾ അണിഞ്ഞ, ഹേമ അങ്കദാദി, സ്വർണം കൊണ്ടുണ്ടാക്കിയ തോൾവളകൾ ധരിച്ച്, അങ്ങനെ വിഭൂഷണമായ ശോഭിത രൂപം വസിക്കമേ മനസ്സേ. എപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു രൂപമുണ്ടാകണമേ ഭഗവാനെ. മറ്റെനിക്കേതുമേ വേണ്ട വരം വിഭോ, വേറെ എനിക്കൊരു വരവും വേണ്ട ഭഗവാനെ. അതിൻ്റെ കൂടെ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ഒരു കാരണവശാലും ദുർജനങ്ങളുമായിട്ടുള്ള ഒരു സംഘം എനിക്കുണ്ടാവരുതേ ഭഗവാനെ. ശ്രീരാമദേവൻ അത് കേട്ടവളോട് ചാരുമന്ദസ്മിതം പൂണ്ടരുളി ചെയ്തു. ഏവം ഭവിക്ക നിനക്ക് മഹാഭാഗേ, നീ മഹാഭാഗ്യവതിയാണ്. ഇങ്ങനെ ഒരു ചിന്ത വരണമെങ്കിൽ അത്രയും പുണ്യം ചെയ്യണം. ദേവി നീ പോക ബദരിയാശ്രമസ്ഥലേ, ബദരിയാശ്രമത്തിലേക്ക് പോകൂ. തത്രയേവ, അവിടെ തന്നെ നിത്യമെന്ന ധ്യാനവും ചെയ്ത് മുക്തുവാ കളേബരം, കളേബരം മുക്തുവാ, ശരീരത്തെ വെടിഞ്ഞിട്ട്, അത് എങ്ങനെയുള്ള പഞ്ചഭൂതാത്മകം, പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ഈ ശരീരം, അത് വിട്ടിട്ട് ചേരുമെങ്കിൽ എന്നിലേക്ക് നീ ചേരും. പരമാത്മനി, ആ പരബ്രഹ്മസ്വരൂപത്തിൽ നീ ചേരും. കേവലമായ ആ പദത്തിൽ നീ എത്തിച്ചേരും. അന്ന് തീരും ജനന മരണ ദുഃഖങ്ങളും. ഇങ്ങനെ ശ്രുത്വ, ഇത് കേട്ടിട്ട് രഘൂത്തമ വാക്യാമൃതം,
ഭഗവാന്റെ അമൃതതുല്യമായ ആ വാക്യം കേട്ടിട്ട് മുദാ വളരെ സന്തോഷത്തോടെ ഗത്വാ തദായേവ അപ്പോൾ തന്നെ ബദര്യാശ്രമസ്ഥലേ ഗത്വാ ബദര്യാശ്രമത്തിലേക്ക് പോയിട്ട് ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിത് അവ്യയം അവ്യയമായ ഒരിക്കലും നശിക്കാത്ത ആ നാരായണപദത്തെ പ്രാപിച്ചു സ്വയം പ്രഭ. അംഗദാദികളുടെ സംശയം. മർക്കടസഞ്ചയം ദേവിയെ ആരാഞ്ഞ് ദേവിയെ അന്വേഷിച്ച് വൃക്ഷഷണ്ടേഷു വൃക്ഷങ്ങളുടെ കൂട്ടങ്ങളിൽ വസിക്കും ദശാന്തരെ. അങ്ങനെ ഒരു ദിവസം എത്ര ദിവസം കഴിഞ്ഞിതെന്നും എത്ര ദിവസം കഴിഞ്ഞു എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ധരാപുത്രിയെ ഭൂമിപുത്രിയായ സീതയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ച് ഖേദിച്ചു. താരാസുതൻ അംഗദൻ നിജബന്ധുക്കളായുള്ളവരോട് ചൊല്ലിനാൻ, പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാം ഏതുമറിഞ്ഞീല വാസരം പോയതും. പാതാളം ഉൾപ്പുക്കു, അതായത് സ്വയംപ്രഭയുടെ ഗുഹയിൽ കുറച്ചു നാളിങ്ങനെ അലഞ്ഞു നടന്നിരുന്നു. അങ്ങനെ നാം ഏതും അറിഞ്ഞില്ല വാസരം, ദിവസങ്ങൾ കടന്നുപോയത്, എത്ര ദിവസമാണ് പോയത് എന്ന് അറിഞ്ഞില്ലല്ലോ. മാസം അതീതമായി വന്നിതു നിർണയം, തീർച്ചയായും സുഗ്രീവൻ പറഞ്ഞ അവധി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം, പക്ഷേ ഇതുവരെയായിട്ടും ദേവി എവിടെയാണെന്ന് കൃത്യമായ ഒരു വിവരം അറിയാൻ സാധിച്ചില്ല. രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥ, രാജാവിൻ്റെ നിയോഗം, സുഗ്രീവൻ്റെ ഈ ഒരു ശാസനം നമുക്ക് സാധിക്കാതെ വൃഥ രാജധാനിക്ക് നാം ചെല്ലുകിൽ അന്നു താൻ നിഗ്രഹിച്ചിടും അതിനില്ല സംശയം. അന്ന് തന്നെ നമ്മെ വധിക്കുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. കാരണം സുഗ്രീവ ശാസനം നിഷ്ഫലമായി വരാ. പിന്നെ വിശേഷിച്ച് ശത്രുതനയനാം എന്നെ, ഇപ്പോഴും അംഗദന് സുഗ്രീവൻ തന്നെ അംഗീകരിച്ചു എന്ന് അത്ര ഉറപ്പില്ല. അതുകൊണ്ട് പറയുകയാണ്, ഞാൻ ഇപ്പോഴും ശത്രുതനയനായിട്ടായിരിക്കും സുഗ്രീവൻ്റെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ എന്നെ ആദ്യം കൊല്ലും, എന്നെ വധിക്കും, അതിനില്ലൊരന്തരം, അതിനൊരു സംശയവും വേണ്ട. എന്നിൽ അവനൊരു സമ്മതം എന്തുള്ളത്, എന്നെ രക്ഷിച്ചത് രാമൻ തിരുവടി. സുഗ്രീവൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, അത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സുഗ്രീവൻ എന്നെ ഇപ്പോൾ സംരക്ഷിക്കുന്നത് തന്നെ. യഥാർത്ഥത്തിൽ എന്നെ രക്ഷിച്ചത് ശ്രീരാമനാണ്. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ, അതിൽ തന്നെ രാമൻ്റെ കാര്യത്തിനായിട്ടാണ് ഇപ്പോൾ നമ്മെ അയച്ചിരിക്കുന്നത്. അത് സാധിക്കാതെ ചെല്ലുകയാണെങ്കിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ, എൻ്റെ ജീവിതം അവൻ രക്ഷിക്കുകയില്ല, എൻ്റെ ജീവനെ രക്ഷിക്കുകയില്ല. മാതാവിനോട് സമാനയാകും നിജ ഭ്രാതാവ് തന്നുടെ ഭാര്യയെ. ഇപ്പോൾ എൻ്റെ അമ്മ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സുഗ്രീവന് ജ്യേഷ്ഠത്തിയാണ്, അമ്മയ്ക്ക് തുല്യയാണ്. പക്ഷേ ഒരു ലജ്ജയും കൂടാതെ, നിസ്ത്രപം, ഒരു ലജ്ജയുമില്ലാതെ എൻ്റെ അമ്മയെയും പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ, പാപിയാണവൻ, ദുരാത്മാവിന് എന്തരുതാത്തതും. അപ്പോൾ സുഗ്രീവനോടും അംഗദനുള്ള ദേഷ്യമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ദുരാത്മാവാണ്, ഒന്നിനും മടിക്കാത്തവനാണ്, അതുകൊണ്ട് എന്നെ കൊല്ലുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തത് പാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാൻ ഒരു കാരണവശാലും അവൻ്റെ അടുത്തേക്ക്, സുഗ്രീവൻ്റെ അടുത്തേക്ക് ഞാൻ പോവുകയില്ല. ഞാൻ ഇപ്പോൾ ഇവിടെ മരിക്കുന്നതേ ഉള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ മരിക്കാൻ പോവുകയാണ്. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുക, നിങ്ങളൊക്കെ പൊയ്ക്കോളൂ. നിങ്ങളോടൊരു പക്ഷേ ക്ഷമിച്ചു എന്ന് വരും, പക്ഷേ എന്നോട് ക്ഷമിക്കില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങളൊക്കെ പൊയ്ക്കോളൂ എന്ന് ചൊല്ലിക്കരയുന്ന നേരം, അംഗദൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയുന്ന നേരം കപികളും, കുറച്ചു കപികൾ അംഗദൻ പറഞ്ഞതിന് ശരിവെച്ചിട്ട് പറഞ്ഞു, തുല്യ ദുഃഖേന ബാഷ്പം തുടച്ചൻപോട് ചൊല്ലിനാർ മിത്രഭാവത്തോടും സത്വരം. അവർക്കും ഇതേ ദുഃഖമുണ്ട്, അവർ ആരോടും പറയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അംഗദൻ്റെ കണ്ണുനീരൊക്കെ തുടച്ച് മിത്രഭാവത്തോടെ അംഗദനോട് പറഞ്ഞു, ദുഃഖിക്കരുതൊരു ജാതിയും ഇങ്ങനെ, ഒരു കാരണവശാലും
ഇങ്ങനെ ദുഃഖിക്കരുത്, രക്ഷിപ്പതിനുണ്ട് ഞങ്ങളറിയുക നീ, നിന്നെ ഞങ്ങൾ രക്ഷിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നാം പോന്ന ഗുഹയിലകം പൊക്കൂ. സ്വയംപ്രഭ വസിച്ചിരുന്ന ആ ഗുഹയിൽ ഇപ്പോൾ സ്വയംപ്രഭയും ഇല്ല. അതുകൊണ്ട് നമുക്ക് ആ ഗുഹയിൽ പോയിട്ട് നന്നായി സുഖിച്ചു വസിക്കാം. വയം ശിരം, വയം എന്നാൽ നമുക്ക് ഒരുപാട് കാലം സുഖമായിട്ട് ജീവിക്കാം. സർവ സൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരം, അത് ദേവലോകോപമം, സ്വർഗലോകത്തിന് തുല്യമായ ആ ഗുഹയിൽ നമുക്ക് താമസിക്കാം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ, ആരും നമ്മളെ അന്വേഷിച്ചു വരില്ല, ആർക്കും അവിടെ എത്താനും സാധിക്കില്ല. അതുകൊണ്ട് താരേയ അങ്കദ പോക നാം വൈകരുതേതുമേ, നമുക്ക് പോകാം എന്ന് അങ്കദനോട് പറയുകയാണ്. അങ്കദൻ തന്നോട് ഈ വണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നത് കേൾക്കയാൽ, ഇങ്ങനെയൊരു മഠയത്തരം പറയുന്നത് കേട്ടിട്ട് ഇംഗിതജ്ഞൻ, അങ്കദൻ്റെ മനസ്സിൻ്റെ ഇംഗിതം, മനോഗതം മനസ്സിലാക്കിയ നയകൂവിതൻ, ഏത് കാര്യത്തെയും നയപരമായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന വാതജൻ ഹനുമാൻ അങ്കദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. അങ്ങനെ അങ്കദനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എന്തൊരു ദുർവിചാരം, എന്തിനാണിങ്ങനെ തെറ്റായ രീതിയിൽ ദുർവിചാരം എന്തിനാണ്? യോഗ്യമല്ലിതം, ഇത് നല്ലതിനല്ല. അന്ധകാരങ്ങൾ നിരയായ്വിനാരുമേ, മനസ്സ് അന്ധകാരത്തിലാക്കുന്ന രീതിയിൽ സ്വയം ചിന്തിച്ചങ്ങനെ കാട് കയറരുത്. ശ്രീരാമൻ ഏറ്റവും പ്രിയൻ ഭവാൻ, ഭഗവാന് പ്രിയപ്പെട്ടവനാണ് അങ്ങ്. അത് ഒരുപക്ഷെ അങ്ങേക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്നറിയില്ല. എന്നുടെ താരാസുതനെന്ന് തൻ മാനസേ, എൻ്റെ ഭക്തയായ താരയുടെ മകൻ എന്ന് ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിൽ സദാ പാരം വളർന്നൊരു വാത്സല്യമുണ്ട്. ഇങ്ങനെ ഒരു വാത്സല്യം നിന്നോട് ഭഗവാനുണ്ട്. അത് നേരെ ധരിച്ചില്ല ഞാൻ ഒഴിഞ്ഞാരുമേ, എനിക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുള്ളൂ, എന്നോട് പറഞ്ഞിട്ടുണ്ടത്. അതുകൊണ്ട് ആ കാര്യം ഞാനല്ലാതെ വേറെ ആർക്കും മനസ്സിലായിട്ടില്ല, ആർക്കും അറിയില്ല. മാത്രമല്ല സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ, നിന്നെ സൗമിത്രിയേക്കാളും ഇഷ്ടമാണ് ഭഗവാന്. തവ സാമർഥ്യവും, നിനക്ക് എത്രത്തോളം സാമർഥ്യമുണ്ട് എന്ന് തിരുവുള്ളത്തിലുണ്ടടോ, ഭഗവാന് നന്നായിട്ടറിയാം. പ്രേമത്തിനേതു വിളക്കമുണ്ടായി വരാ, നിന്നോടുള്ള ഇഷ്ടത്തിന് ഇനി ഒരു പക്ഷേ നിനക്ക് ഇത് സാധിക്കാതെ പോയാൽ പോലും ഭഗവാന് നിന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും സംഭവിക്കില്ല. കാരണം യഥാർത്ഥ പ്രേമം എന്നത് സ്വർണം പോലെയാണ്. ഹേമത്തിനുണ്ടോ സ്വർണത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ, അതൊരിക്കലും തിളക്കം നഷ്ടപ്പെടില്ല. ഇടക്ക് ചിലപ്പോൾ ചളി പറ്റി എന്നൊക്കെ വരും, പക്ഷേ അതൊന്ന് തുടച്ചാൽ പോകും. സ്വർണത്തിൻ്റെ മാറ്റ് ഒരിക്കലും കുറയുകയില്ല. അതുപോലെയാണ് നിസ്വാർത്ഥമായ സ്നേഹവും. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ, ശ്രീരാമചന്ദ്രനിൽ നിന്ന് ഒരു കാരണവശാലും ഭവാൻ പേടിക്കേണ്ടതില്ല. രാമൻ പറഞ്ഞാൽ സുഗ്രീവനും നിന്നെ ഒന്നും ചെയ്യുകയുമില്ല. ഇത് നമുക്കൊക്കെയുള്ള ഒരു ഉപദേശമാണ്. ഈശ്വരവിശ്വാസികളായിട്ടുള്ള ഭഗവാനോട് അത്രയും അടുത്ത ആളുകൾക്ക് പോലും നമ്മെ ഈ ലോകത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അവർ നമ്മെ ഉപദ്രവിക്കും, അവർ നമുക്കെതിരാകും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ പലർക്കും മരിച്ചാൽ മതി എന്നൊക്കെ തോന്നാറുണ്ട്. അവരെന്നെ മനസ്സിലാക്കാതെ എന്തിനാ ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ ഒരു നിരാശ വരുമ്പോൾ നമ്മൾ ഓർക്കണം, എന്നെ ആർക്ക് വേണ്ടെങ്കിൽ എന്താണ്, ഭഗവാൻ എന്നെ വേണം, ഞാൻ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടതാണ്. എന്താണ് അതിൻ്റെ തെളിവ്? കാരണം നിങ്ങളൊരു ഈശ്വരവിശ്വാസിയാണ്. ഇനി അതിലും ഉയർന്ന തലത്തിൽ ഭക്തനാണെങ്കിൽ ഭഗവാൻ അത്രയും പ്രിയപ്പെട്ടവരാണ് എന്നർത്ഥം. മാത്രമല്ല ഈ ലോകത്തിൽ നിന്ന് നമുക്ക് വരുന്ന അവഗണന പോലും അത് ഭഗവാന്റെ അനുഗ്രഹമായി കാണണം. കാരണം ഈ ലോകത്തിലുള്ളവരെ മനസ്സിലാക്കാൻ ഭഗവാനായിട്ട് തരുന്ന ഒരു അവസരമാണത്. അങ്ങനെ ഭഗവാനിലേക്ക് നമ്മെ അടുപ്പിക്കാൻ അതിനായിട്ടാണ് ഇത്തരം അവഗണനകൾ എന്ന് മനസ്സിലാക്കി ഭഗവാന് ഞാൻ അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന് ചിന്തിക്കണം.
എന്നിലൂടെ ഈ ലോകത്തിൽ എന്തൊക്കെയോ സാധിക്കാനുണ്ട് ഭഗവാന്, അതിനായിട്ടാണ് എനിക്ക് ഈ ജന്മം തന്നത്. അതെന്താണെന്നറിയാൻ ഭഗവാനോട് കൂടുതൽ അടുക്കുക. അല്ലാതെ ഒരിക്കലും നിരാശപ്പെടരുത്. ഈ ലോകത്തിലുള്ളവരുടെ പരിഗണന അല്ല നമുക്ക് വേണ്ടത്, ഭഗവാന്റെ പരിഗണനയാണ്. അതെപ്പോഴും ഓർത്താൽ മതി. അപ്പോൾ ഒരിക്കലും നിരാശപ്പെടില്ല. അതാണ് ഇവിടെ ഹനുമാൻ അംഗദനോട് പറയുന്നത്. ആർക്കു വേണ്ടെങ്കിൽ എന്താണ്, ഭഗവാന് നിന്നെ അത്രയും ഇഷ്ടമാണ്. ഇനി പറയുന്നു, സുഗ്രീവനെ തെറ്റിദ്ധരിക്കേണ്ട. കാരണം ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ. സുഗ്രീവൻ ഭഗവാനിൽ അത്രയും ഭക്തിയുള്ളവനാണ്. അങ്ങനെയുള്ള സുഗ്രീവന് ഒരിക്കലും ആരോടും ദേഷ്യം വരില്ല. യഥാർത്ഥ ഭക്തന് ആരോടും വൈരമുണ്ടാവുകയില്ല. അതാണ് ഭാഗവതോത്തമനാണ്, വൈരമില്ല ആരിലും. അതുകൊണ്ട് വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ നാഗാധിപാത്മജനന്ദന. നാഗാധിപൻ, നാഗം സ്വർഗം, സ്വർഗത്തിൻ്റെ അധിപൻ ഇന്ദ്രൻ, ഇന്ദ്രൻ്റെ ആത്മജൻ ബാലി, ബാലിയുടെ നന്ദനൻ അംഗദൻ. കേളിതം, ഇത് കേൾക്കുക. ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തൻ. ഞാൻ അങ്ങയുടെ ഹിതത്തിനായിട്ടാണ് പറയുന്നത്. നേരത്തെ കവികൾ പറഞ്ഞത് എന്താണ്? പ്രിയമായ വാക്കുകളാണ്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പ്രിയത്തെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ പ്രിയം തൽക്കാലത്തേക്കൊരു സുഖം തരുമായിരിക്കും, ഒരിക്കലും മനസ്സിന് ആത്യന്തികമായ സുഖം തരികയില്ല. നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് എന്ത് തടസ്സമുണ്ടെങ്കിലും ചെയ്തു കഴിഞ്ഞാലാണ് ഒരു കൃതകൃത്യത നമുക്കുണ്ടാവുക, ഒരു നിറവ്. അതില്ലാത്തിടത്തോളം മനസ്സിന് എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഉപദേശിച്ചാൽ അതല്ല ചെയ്യേണ്ടത്. അതാണ് ഹനുമാൻ പറഞ്ഞത്, ഞാനിപ്പോൾ നിന്റെ ഹിതത്തിനായിട്ട് പറയുകയാണ്, നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുകയാണ്. അജ്ഞാനികൾ വാക്ക് കേട്ടേതും ഭ്രമിക്കൊല. നിന്നോട് ഇപ്പോൾ ഈ പറഞ്ഞ കവികൾ അവരജ്ഞാനികളാണ്. അവർ നിന്റെ സങ്കടം കണ്ട് കൂടെ നിന്നെ ആശ്വസിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അതൊരിക്കലും നല്ല വഴിയല്ല. ഹാനി വരായ്വാൻ ഗുഹയിൽ വസിക്കുന്ന, ആപത്തില്ലാതിരിക്കാൻ നമുക്ക് ഗുഹയിൽ പോയി വസിക്കാമെന്ന് വാനരൗഖം പറഞ്ഞില്ലയോ? ആ വാനരക്കൂട്ടങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ? പക്ഷേ നീ ഒന്ന് ഓർക്കുക, ചൊല്ലു നീ, രാഘവാസ്ത്രത്തിന് അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയ നീ എന്താണ് വിചാരിച്ചത്? അവിടെ ഗുഹയിൽ പോയി ഒളിച്ചാൽ ഒരുപക്ഷെ സുഗ്രീവന് നിന്നെ കണ്ടെത്താൻ സാധിക്കില്ലായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ശ്രീരാമചന്ദ്രനെ കുറിച്ച് ഓർത്തില്ലേ നീ? രാഘവാസ്ത്രത്തിന് എത്താൻ കഴിയാത്ത ഏത് സ്ഥലമാണ് ലോകത്രയത്തിലുള്ളത്? അതുകൊണ്ട് അവിടെ പോയി ഒളിച്ചാലും എന്തിനാണ്? വേണ്ടാത്ത ഓരോ വയ്യാവേലി അത് വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു. അല്പബുദ്ധികളായ ആ വാനരന്മാർ നിന്നെ ഇപ്പോൾ പറഞ്ഞു മോഹിപ്പിച്ചത് അത് കേട്ട് ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ഒരിക്കലും നീ അങ്ങനെ ആവരുത്, നിന്റെ ചിന്ത അങ്ങനെ പോകരുത്. ആപത്ത് വന്നടുത്തിയിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. പൊതുവെ അങ്ങനെയാണ്. നമുക്ക് ആപത്ത് വരുമ്പോൾ പൊതുവെ സജ്ജനങ്ങൾ നമ്മെ ഉപദേശിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കൊരിക്കലും പ്രായോഗികമാണെന്ന് തോന്നുകയില്ല. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല, എനിക്ക് ഈ ലോകത്ത് നിന്ന് പോയാൽ മതി എന്ന രീതിയിൽ അപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ വരുള്ളൂ. അതാണ് പറയുന്നത്, ആപദ്ഘട്ടത്തിൽ ഒരിക്കലും സജ്ജനഭാഷിതം ശോഭിക്കയില്ല. കാരണം ആ സമയത്ത് നമ്മുടെ ബുദ്ധിയെ തലതിരിഞ്ഞിരിക്കും. വിനാശകാലേ വിപരീത ബുദ്ധി. ആ സമയത്ത് ആരുപദേശിച്ചാലും നമുക്കൊന്നും തലയിൽ കയറുകയില്ല. ആ സമയത്താണ് ഇത്തരത്തിലുള്ള അല്പമതികൾ എന്തെങ്കിലും പറയുമ്പോൾ അതാണ് ശരി എന്ന് തോന്നുന്നത്. അപ്പോൾ ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട് വിപരീത ഭാവവും, വിനാശകാലം വരുന്ന സമയത്ത് നമുക്ക് ദുർജനങ്ങളോടുള്ള ഒരു വിശ്വാസം കൂടും. അതങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് നമ്മെ നല്ലതുപദേശിക്കുന്ന സജ്ജനത്തോട് വിപരീത ഭാവവും, അവരെ എതിർക്കാനാണ് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ദേവ ദ്വിജ കുല ധർമ്മവിദ്വേഷവും, ദേവന്മാരെ അതായത് ഈശ്വര വിശ്വാസം പോലും ചിലപ്പോൾ ആ സമയത്ത് കുറഞ്ഞു പോകും.
ദ്വിജന്മാർ, ബ്രാഹ്മണന്മാരെ, കുലധർമ്മം, ഇതിനോടൊക്കെ ഒരു വിദ്വേഷം വരും. ആരുമില്ല എനിക്ക്, ആരും എന്നെ സഹായിക്കാനില്ല, ഇങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് ചിന്താഗതി വരും. പൂർവ്വ ബന്ധുക്കളിൽ വെച്ചൊരു വൈരവും, നമ്മുടെ ബന്ധുക്കളായുള്ളവരോടൊക്കെ ഒരു ദേഷ്യഭാവമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അത് വർദ്ധിച്ച് വർദ്ധിച്ച് വംശനാശത്തിന് കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അങ്ങനെ ആകുമ്പോഴെന്താണ്? നാശത്തിൽ നിന്ന് നാശത്തിലേക്കാണ് പോവുക. അങ്ങനെ പോയാൽ അതിൻ്റെ ഉത്തരവാദി അവനവൻ തന്നെയാണ്. അതാണ് കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. ഇനി അംഗദനിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും ചില രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അൻപോട് ചൊല്ലുവൻ കേൾക്ക നീ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ പറയുകയാണ്. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ, മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ജായ സകല ജഗൻ മോഹകാരിണി സീതയാകുന്നത്. സീതാദേവി എന്നത് ഈ മായ പ്രകൃതി തന്നെയാണ്. ഭഗവാൻ സാക്ഷാൽ നാരായണനാണ്. ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഈ ജഗത്തിനെ തന്നെ നിലനിർത്തുന്ന ഫണീശ്വരൻ അനന്തനാണ്. ആദിശേഷൻ ജഗത് സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിത് അയോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി, രാക്ഷസവംശത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ട് വിരിഞ്ചനാൽ ബ്രഹ്മാവിനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായിട്ട്, ക്ഷത്രിയൻ രാജാവിൻ്റെ മകനായിട്ട്, മാർത്താണ്ഡ ഗോത്രത്തിൽ സൂര്യൻ്റെ വംശത്തിൽ ആർത്തപരായണൻ, ആർത്തന്മാർക്ക് ആശ്രയമായിട്ടുള്ള ഭഗവാൻ, ശ്രീകണ്ഠസേവ്യൻ, പരമേശ്വരനാൽ സേവിക്കപ്പെടുന്ന ജനാർദ്ദനൻ, മാധവൻ വൈകുണ്ഠവാസി, മുകുന്ദൻ ദയാപരൻ, മർത്യനായി വന്നിങ് അവതരിച്ചിടിനാൻ. നമ്മളാകട്ടെ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന, ആ ഭഗവാന്റെ തന്നെ നിയോഗത്താൽ വാനരവേഷമായി പൃഥ്വിയിൽ വന്ന് പിറന്നിരിക്കുന്നതും, ഭഗവാനെ സേവിക്കാൻ ഭഗവാന്റെ തന്നെ നിയോഗത്താൽ വന്നിരിക്കുന്നവരാണ്, ഭൂമിയിൽ വന്നവരാണ് നമ്മൾ. പണ്ട് നാം ഏറ്റം തപസ് ചെയ്ത് ഈശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ. ദേവന്മാരായിരുന്ന നമ്മളൊക്കെ പണ്ട് ഒരുപാട് കാലം ഭഗവാനെ തപസ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ പ്രസാദിച്ച് അങ്ങനെ തന്നെ പാരിഷദന്മാർ എന്നാൽ ഭൃത്യന്മാർ, ഭഗവാന്റെ കാര്യസാധ്യത്തിന് കൂടെ നിൽക്കുന്നവർ, ആ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും അത് വേണ്ട വിധത്തിൽ നമ്മൾ ചെയ്താൽ വൈകുണ്ഠലോകം ഗമിച്ചു വാണിയിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അങ്ങനെ ചെയ്താൽ ഭഗവാന്റെ വൈകുണ്ഠലോകത്തെ പ്രാപിക്കാം. ഭഗവാൻ തന്ന ഈ ഒരു നിയോഗത്തെ ഭഗവാന്റെ അനുഗ്രഹത്താൽ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ചെയ്യുകയാണെങ്കിൽ വൈകുണ്ഠലോകത്തെത്താം. അംഗദനോട് ഈ വണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം. വിന്ധ്യാചലത്തിലേക്ക്, ആ ഒരു ഭാഗത്തിലേക്ക് പോയി കാശ്യപീപുത്രി, ഭൂമിപുത്രിയായ സീതാദേവിയെ നോക്കി നോക്കി ദ്രുതം, വളരെ പെട്ടെന്ന് ദക്ഷിണവാരിധി തീരം മനോഹരം പൊക്കു, അവിടെ എത്തി. മഹേന്ദ്ര അചലേന്ദ്രപദം മുതാ, അവിടെ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ അടുത്തായിട്ടാണ് ഇവർ വന്നത്, അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ദുസ്തരം ഏറ്റം അഗാധം ഭയങ്കരം. ഇതിന് ഈ സമുദ്രത്തെ കടക്കണം, തരണം ചെയ്യണം. അതെങ്ങനെ ചെയ്യും? അതാണ് ദുസ്തരം, വളരെ ബുദ്ധിമുട്ടാണ്. ഏറ്റം അഗാധം, അത്രയും ആഴത്തിലുള്ള ഭയങ്കരം, ദുഷ്പ്രാപം, പ്രാപിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമുദ്രത്തെ ആലോക്യ മർക്കട സഞ്ചയം വൃത്രാരി പുത്രാത്മജാതികളൊക്കെയും അംഗദനും തുടങ്ങിയവരൊക്കെ ത്രസ്തരായി. അവർക്ക് ആ ഉള്ള ആത്മവിശ്വാസം കുറച്ചൊക്കെ ഒന്ന് വന്നതായിരുന്നു, പക്ഷേ ഈ വലിയ സമുദ്രം കണ്ടപ്പോൾ അത് വീണ്ടും പോയി. അങ്ങനെ ത്രസ്തരായി, പേടിച്ചു, ആകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം, അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിക്കാൻ തുടങ്ങി. എന്തിനി ചെയ്വതു സന്തതമോർക്കനാം, എങ്ങനെയാ നമ്മൾ ഇത് കടക്കുക?
ഗഹ്വരം പൂക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും. നമ്മൾ ആ ഗുഹയിലും പോയി, സ്വയംപ്രഭയുടെ ആ ഗുഹയിലൊക്കെ പോയി കുറേ നാളായി പോയെന്ന് തോന്നുന്നു അവിടെ നമ്മൾ താമസിച്ചിട്ട്. ഇപ്പോഴിതാ കഴിഞ്ഞിതു മാസവും, 30 ദിവസമാണ് പറഞ്ഞത്, അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. തണ്ടാരിൽ മാതിനെ കണ്ടീല നാം, സീതയെ കണ്ടില്ല ഇതുവരെ. ദശകണ്ഠനെയും കണ്ടുകിട്ടിയില്ല കുത്രച്ചിത്, ഒരിടത്തും രാവണനെയും കണ്ടില്ല. സുഗ്രീവനും തീക്ഷ്ണദണ്ഡനത്രേ തുലോം, സുഗ്രീവനാകട്ടെ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവനാണ്. നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം, തീർച്ചയായും നമ്മെ അവൻ നിഗ്രഹിക്കും. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ, സുഗ്രീവൻ നമ്മെ ഏതായാലും വധിക്കും. അതിലും നല്ലത് നിത്യോപവാസേന മൃത്യു ഭവിപ്പത്, നിത്യം ഉപവസിച്ചുകൊണ്ട് മൃത്യു വരികയാണെങ്കിൽ അത് മുക്തിക്ക് നല്ലൂ. അതൊന്നുമില്ലെങ്കിലും മോക്ഷത്തിനെങ്കിലും ഉപകരിക്കും എങ്കിൽ നമുക്ക് പാർത്തോളം, എങ്കിൽ അതാണ് നല്ലത് എന്നിത്തം നിരൂപിച്ചുറച്ച് അങ്ങനെ ഉപവാസമെടുത്ത് മരണത്തെ വരിക്കാം എന്നുറച്ച് കപികുലം ദർഭ വിരിച്ച് കിടന്നിതെല്ലാവരും. ദർഭ വിരിച്ച് ആ സമുദ്രതീരത്തിൽ എല്ലാവരും കിടന്നു. കൽപ്പിച്ചതിങ്ങനെ നമ്മെ എന്നോർത്തവർ, നമ്മെ ഇങ്ങനെ കൽപ്പിച്ചു, ഇതാണ് നമ്മുടെ വിധി എന്ന് ഓർത്ത്, ഇതായിരിക്കാം നമ്മുടെ അവസാനം, ഇങ്ങനെയാവാം നമ്മുടെ അവസാനം, ആ വിധി നിർണയിച്ചത് എന്ന് വിചാരിച്ച് അവരവിടെ അങ്ങനെ കിടന്നു.